ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ശാലിനിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഭേദം അയച്ച കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. പാവം. ഞാൻ ഇയാളോട് പറയുമായിരുന്നു, ഈ വീട് പണിയുള്ള കല്ലൊക്കെ കുറെ ദൂരെയാ കൊണ്ടിടുന്നതേ. അന്ന് ഈ റോഡും വഴിയൊന്നും ഇല്ല. അവിടുന്ന് തലയ്ക്ക് ചുമന്ന ഇവിടെ കൊണ്ടുവന്നിടുന്നതേ. ആദ്യം വെച്ചത് 2 മുറിയും ഒരടുക്കളയും മാത്രമാ ചെയ്യാൻ പറ്റി എനിക്ക്. പിന്നീടാ ഇതുണ്ടാക്കിയതേ. ഇതിന് നിന്റെ പ്രായമുണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ പണി കഴിയുമ്പോൾ ഇവിടെ ഒരു മറ കെട്ടിയാ അതിൽ നിന്നായിരുന്നു കുളി. ശരീരം വേദന വരാതിരിക്കാനേ നിന്റെ അമ്മ ഇഞ്ചപ്പുല്ലിട്ട് വെള്ളം ചൂടാക്കി തരുമായിരുന്നു. ആ ഇഞ്ചപ്പുല്ല് ഞങ്ങൾ പിന്നെ കുറെ അധികം നമ്മുടെ ആ വേലിപ്പത്തിൽ വച്ചങ്ങ് പിടിപ്പിച്ചു. കാരണം ദിവസവും ശരീരവേദന മാറ്റാനേ അതായിരുന്നു അന്നത്തെ മരുന്ന്. ഒരുപാട് കഷ്ടപ്പെട്ട് സ്വയം പണിയെടുത്ത് പണിത് വീടാ. ഇത് മൊത്തം ഉണ്ടാക്കി തന്നതല്ല. ഇപ്പൊ അവരോരോന്നായി എടുത്ത് പുറത്തേക്കിടുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് വീർത്തുണ്ടാക്കിയതാണ് മക്കളെ. ഈ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടത് തന്നെയാ. ഇനിയിപ്പോ അതിന്റെ പേര് സങ്കടപ്പെട്ടിട്ടോ അവരത് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അതും എനിക്കറിയാം. ഒരു മാറ്റം അതെന്തായാലും വേണം. പിന്നെ മറ്റൊന്നുണ്ട്, എല്ലാം നേരത്തെയും കൈവിട്ടു പോയതുകൊണ്ട് ഈശ്വരന്റെ വിളി വരുമ്പോ ധൈര്യമായിട്ടങ്ങ് പോവാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ മടി കാണുവേ. എന്തുവാടോ പിള്ളേ? മോനെ, ഈ പിള്ളേ ഇവര് വന്നപ്പം പോലുള്ള കരച്ചിലായി കരയുന്നേ. ഞാൻ കുറെ സമാധാനിപ്പിക്കാൻ നോക്കിയതാ, പിന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ കരയിക്കുന്നു.